കുരിശിക്കരയിലെ തോട്ടത്തിലെ വേഗതയുടെ രാജാവായിരുന്ന മുത്തു എന്ന മുയൽ ഒരിക്കൽ തന്റെ സുഹൃത്തായ തേനി ആമയോട് പറഞ്ഞു, നമുക്ക് ഒരു മത്സരം വെക്കാം. പൂമലക്കാടിലെ വലിയ കല്ല് വരെ എത്തുന്നവനാണ് വിജയി. നേരം രാവിലെ ആയപ്പോൾ സിംഹരാജാവിന്റെ മുന്നിൽ മുത്തുവും തേനി ആമയും മത്സരത്തിനായി ഒരുങ്ങി. ഞാൻ തേനിയെ തോൽപ്പിക്കും, മുത്തു അഭിമാനത്തോടെ പറഞ്ഞു. തേനി വെറുതെ ചിരിച്ചു. 1, 2, 3. മുത്തു കാറ്റുപോലെ മുന്നോട്ട് പാഞ്ഞു. പകുതിയോളം എത്തിയപ്പോൾ അവൻ പിന്നിലേക്ക് നോക്കി. തേനി ആമ ഇനിയും ആരംഭിച്ചില്ലേ എന്ന പോലെ. ഞാൻ ഇത്രയും മുന്നിലാണ്. കുറച്ചു വിശ്രമിക്കാം. മുത്തു കുഞ്ഞി ഒരു വലിയ തണലുള്ള മരത്തിന് അരിയിൽ കയറിയിരുന്നു. കാറ്റിന്റെ ശീതളതയിൽ അവൻ പതിയെ ഉറങ്ങിപ്പോയി. മുത്തു ഉണർന്നപ്പോൾ തേനി എവിടെയെന്ന് നോക്കി. അവൻ ഞെട്ടിപ്പോയി. തേനി അവനെ തോൽപ്പിച്ചു പോയിരിക്കുന്നു. മുത്തു പെട്ടെന്ന് കല്ലിനരികിലേക്ക് ഓടി. എന്നാൽ അവൻ കണ്ടത് തേനി ഇതിനകം കല്ല് തൊടിക്കഴിഞ്ഞു. എല്ലാവരും കൈയടിച്ചു. മുത്തു കുനിഞ്ഞു നിന്നു. തേനി അടുത്തു വന്നു പറഞ്ഞു, മുന്നോട്ടു പോകാൻ അഹങ്കാരമില്ലാതെ എപ്പോഴും പരിശ്രമിക്കണം. നമുക്ക് വീണ്ടും മത്സരിക്കാം. പക്ഷേ ഈ തവണ ഞാൻ ഒരിക്കലും അഹങ്കരിക്കില്ല. തേനി ചിരിച്ചു. നമ്മുടെ ഓട്ടം സൗഹൃദം തന്നെയാണ്, ജയിച്ചാലും തോറ്റാലും.